ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി ഡി സതീശൻ പ്രസിദ്ധപ്പെടുത്തിയ ധവളപത്രം തികച്ചും വസ്തുതാവിരുദ്ധവും വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നാണ് LDFിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, വസ്തുതാവിരുദ്ധമായ ബദൽ ധവളപത്രം ഇറക്കി വി ഡി സതീശനെയും കൂട്ടരെയും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് CPIM. ആ ധവളപത്രത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വ്യക്തമാക്കുന്ന ധവളപത്രത്തിൻ്റെ വിശദീകരണമാണ് നാം ഈ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ഒരു ധനകാര്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തി നിറച്ചത്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി വസ്തുതകളുടെ ധവളപത്രം എന്ന ഇത്തരമൊരു പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റുണ്ട്. ആ ബജറ്റിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു അവലോകനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ വിശദമായി പ്രതിപാദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ വിശദമായി തന്നെ ഈ തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മുടെ പൊതുമണ്ഡലത്തിലാകെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അസത്യമുണ്ട്. അത് 10 വർഷം LDF നാട്ടിൽ ഭരണം നടത്തിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ ബാധ്യതകൾ അനിയന്ത്രിതമായി ഉയർന്നു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം. ഇവിടെയാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, 10 വർഷത്തെ LDF ഭരണകാലത്തിന് മുൻപ് 2011-16 UDF ആയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത്. ആ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 1.93 മടങ്ങാണ് വർദ്ധിച്ചത്. ഇത് 2011-16 കാലത്തെ കണക്ക്. എന്നാൽ 2016-21 കാലയളവിൽ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 5 വർഷക്കാലം, ആ ഘട്ടത്തിൽ ഈ കടബാധ്യത 1.93 മടങ്ങ് അതിൽ നിന്ന് കൂടുകയല്ല ചെയ്തത്, അതിൽ നിന്ന് കുറയുകയാണ് ഉണ്ടായത്. 1.86 മടങ്ങായി കുറയുകയുണ്ടായി. ഇത് പിന്നീടുള്ള 2021-26 വർഷമായപ്പോൾ ആ കാലയളവിൽ ആ 1.86 നിന്ന് വീണ്ടും ചുരുങ്ങി
1.6 മടങ്ങായി കുറയുന്ന നിലയുണ്ടായി. അപ്പോൾ UDF കാലയളവിൽ 1.93, അതിന് തൊട്ടു പിന്നാലെയുള്ള 5 വർഷം 1.86, പിന്നീടുള്ള 5 വർഷം 1.6. അപ്പോൾ നല്ല കുറവ് ഈ കാര്യത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. മറ്റൊരു കാര്യം, കടബാധ്യതയും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതമാണ്. ഇത് കോവിഡ് കാലത്ത് 38% ഉയർന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള 5 വർഷം ഈ അനുപാതം ഏകദേശം 34% കുറയുകയുണ്ടായി. ഇത്തരം കണക്കുകൾ പൂർണ്ണമായി മറച്ചു വെക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്നിട്ട് അതിനു പകരം 5 ലക്ഷം കോടിയിൽ പരം കടമുണ്ട് എന്നാണ് സർക്കാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ്. 2016 മുതൽ 26 വരെയുള്ള ആ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ധനദൃഢീകരണ ഉദ്യമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ മുഴുവനായി താറടിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ധൂർത്താണ് ഒരു ഭാഗത്ത് പ്രചരണം. അതോടൊപ്പം നികുതിയുടെ കാര്യത്തിൽ കെടുകാര്യസ്ഥയായിരുന്നു എന്നൊരു പ്രചരണം. ഇതെല്ലാം പൂർണ്ണമായും വ്യാജ നിർമ്മിതിയായിട്ടാണ് വരുന്നത്. ഇക്കാര്യത്തിലും എന്താണ് വസ്തുത? നമ്മുടെ രാജ്യത്തെ പൊതുവായ നില നോക്കിയാൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചെലവുകളുടെ 60% തനത് റവന്യൂ വരുമാനത്തിൻ്റെ വിനിയോഗത്തിൽ നിന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് 60% ചെലവും തനത് റവന്യൂ വരുമാനത്തിൻ്റെ വിനിയോഗത്തിൽ നടക്കുന്നു. എന്നാൽ രാജ്യത്തെ ആകെ സംസ്ഥാനങ്ങളുടെ ശരാശരി 50% താഴെയാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ തനത് നികുതി വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, GST ഘടനയിൽ വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം അഖിലേന്ത്യാ തലത്തിലുണ്ടായ ബോധപൂർവമായ പോരായ്മകൾ, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. മറ്റൊരു വ്യാപകമായ പ്രചരണം, അത് 1 ലക്ഷം കോടിക്ക് മുകളിൽ കുടിശ്ശിക വന്നിരിക്കുന്നു, അത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ പരിശോധിച്ചാൽ കാണാൻ കഴിയുക, ഇതിനെ സാധൂകരിക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സർക്കാർ നടപടികളുടെ ഭാഗമായി ബിൽ ഡിസ്കൗണ്ടിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള സ്വാഭാവിക പ്രക്രിയകളെപ്പോലും വളച്ചൊടിച്ച് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് പോലും ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ വ്യാജ പ്രചരണം പൊളിയുന്നതായിട്ടാണ്
നമുക്ക് കാണാൻ കഴിയുന്നത്. നാലാമത്തെ കാര്യം, കിഫ്ബിയുടെ കടം അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമായി വ്യാഖ്യാനിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ സമീപനം. ഇതിനെയാണ് LDF സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. സുപ്രീം കോടതിയിൽ ആ കേസിൻ്റെ വാദം കേട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടാനാണ് തീരുമാനിച്ചത്. 2 അംഗ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. ഭരണഘടനാ ബെഞ്ച് വിശദമായി വാദം കേൾക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതെല്ലാം മറച്ചു വെക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. മറച്ചു വെക്കുക മാത്രമല്ല, BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധ സമാനമായ സാമ്പത്തിക നിയന്ത്രണങ്ങളെ ന്യായീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന ഉദ്യമങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന സമീപനമാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. ഇന്നും ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ പൊതുമേഖലയെ സംബന്ധിച്ച് ഇതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം പൊതുമേഖലയെ എങ്ങനെയെല്ലാം ഒഴിവാക്കേണ്ട ഒന്നായി ചിത്രീകരിക്കാം. ഇതാണ് സർക്കാരിൻ്റെ സമീപനമായി കാണുന്നത്. ഇവിടെ സർക്കാർ അവതരിപ്പിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട്. അത് അവർക്ക് പോലും മറച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നാം അവതരിപ്പിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകതയായി കാണേണ്ടത് അത് ബജറ്റിനുള്ള ഒരു മുൻഗാമിയായിരുന്നു. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അവരിറക്കിയ സ്റ്റാറ്റസ് റിപ്പോർട്ട്. നമ്മുടെ തന്ത്രപ്രധാനമായ ധാതു ഖനന മേഖലകളെ സ്വകാര്യ കുത്തകകൾക്ക് തുറന്നു കൊടുക്കാനുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ വന്നു. ആ ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് വഴിമരുന്നിട്ടത് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. വാഗ്ദാന ലംഘനങ്ങൾക്കുള്ള മുൻകൂർ ന്യായീകരണം അത് കണ്ടെത്താനുള്ള ശ്രമമാണ് സ്റ്റാറ്റസ് റിപ്പോർട്ടിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, എഷ്വേർഡ് പെൻഷൻ പദ്ധതി, സ്ത്രീ സുരക്ഷാ സഹായധനം, യുവാക്കൾക്കുള്ള കണക്ട് വർക്ക്, ഇവയെല്ലാം തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കുന്ന നിലയാണ്. അതോടൊപ്പം തന്നെ പ്രവാസികൾക്കുള്ള പെൻഷനും മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വാഗ്ദാന ലംഘനങ്ങൾ ഇവിടെ മാത്രമല്ല, മറ്റു വാഗ്ദാന ലംഘനങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികൾ തന്നെ ഇല്ലാതാകുന്നതിനെ കാണേണ്ടത്. 25,000 കോടി രൂപയുടെ അന്തർ സംസ്ഥാന നികുതി ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞവരായിരുന്നു ഇവർ. എന്നാൽ അതിനെക്കുറിച്ച് ഒരക്ഷരം ഇപ്പോൾ മിണ്ടുന്നില്ല എന്നതാണ് വസ്തുത. ഇതെല്ലാം കാണിക്കുന്നത് വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കാലപരിധിയുണ്ട്. പക്ഷേ അതിവർക്ക് ബാധകമല്ല. ഒന്ന് തീർന്നാൽ മറ്റൊന്ന് എന്നതാണ് UDFൻ്റെയും
അവരുടെ പാർശ്വവർത്തികളുടെയും തന്ത്രം. ഇതിനെ യഥാർത്ഥ വസ്തുതകൾ അണിനിരത്തി പ്രതിരോധിക്കുക എന്നതാണ് ആവശ്യം. അത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വസ്തുതകളുടെ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ വസ്തുതകളുടെ ധവളപത്രത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.